സർവേഭ്യോ നമസ്കാരഃ. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിലെ ഞാൻ അനുഷ്ഠുപ് ഛന്ദസ്സിനെ കുറിച്ചിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ലാസ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അടുത്ത ക്ലാസ്സിൽ ഭഗവത്ഗീതയിലെ ആദ്യ ശ്ലോകത്തിൽ എങ്ങനെ ഈ അനുഷ്ഠുപ് ഛന്ദസ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് ആ ശ്ലോകത്തിൽ വന്നിരിക്കുന്നത് എന്നെല്ലാം വ്യാകരണ സഹിതം നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഭഗവത്ഗീതയുടെ ആദ്യ ശ്ലോകം വൃത്ത സഹിതം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ധൃതരാഷ്ട്ര ഉവാച. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാ യുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതാണ് ശ്ലോകം എന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം. ധൃതരാഷ്ട്രഃ ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാഃ യുയുത്സവഃ മാമകാഃ പാണ്ഡവാഃ ച ഏവ കിം അകുർവത സഞ്ജയ. ഇതാണ് പദച്ഛേദങ്ങൾ. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ശ്ലോകത്തിലെ ചെറിയ ചെറിയ വിസർഗങ്ങളുടെ ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം അതേ ഓർഡറിൽ ഒന്ന് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്യാകരണാംശാഃ. ധൃതരാഷ്ട്രഃ അകാരാന്തഃ പുല്ലിംഗഃ പ്രഥമ വിഭക്തി ഏകവചനം. ധൃതരാഷ്ട്ര ശബ്ദത്തിൻ്റെ സമ്പൂർണ്ണ വ്യാകരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഉവാച, അതൊരു ക്രിയാപദമാണ്. വച്ച് ധാതുഹു പ്രഥമ പുരുഷ ഏകവചന പരസ്മൈപതി ലിട്ട് ലകാരഃ. ലിട്ട് പരോക്ഷ ഭൂതത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അതാണ് ഉവാച എന്നത് ലിട്ട് ലകാരഃ. ധർമ്മക്ഷേത്രേ അകാരാന്തഃ നപുംസകലിംഗഃ സപ്തമീ വിഭക്തി ഏകവചനം. കുരുക്ഷേത്രേ അകാരാന്തഃ നപുംസകലിംഗഃ സപ്തമീ വിഭക്തി ഏകവചനം. സമവേതാഃ അകാരാന്തഃ പുല്ലിംഗഃ പ്രഥമ വിഭക്തി ബഹുവചനം. യുയുത്സവഃ ഉകാരാന്തഃ പുല്ലിംഗഃ പ്രഥമ വിഭക്തി ബഹുവചനം. एवं मामकाः अकारान्तः पुल्लिङ्गः प्रथमा विभक्तिः बहुवचनं. पाण्डवाः अकारान्तः पुल्लिङ्गः प्रथमा विभक्तिः बहुवचनं. एवं च एव തുടങ്ങിയവ അവ്യയങ്ങളാണ്. കിം
മകാരാന്തഃ നപുംസകലിംഗഃ ദ്വിതീയ വിഭക്തി ഏകവചനം. കിം ശബ്ദത്തിൻ്റെ നപുംസകലിംഗത്തിൻ്റെ പ്രഥമ വിഭക്തിയും ദ്വിതീയ വിഭക്തിയും ഒരേ രൂപങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ ശ്ലോകത്തിലെ അർത്ഥങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ഇത് നോക്കണം. അകുർവത ക്രിയാപദം. കൃ ധാതുഹു ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ആത്മനേപദ പ്രഥമ പുരുഷ ബഹുവചന ലങ് ലകാരഃ ഭൂതകാലം. സഞ്ജയ അകാരാന്തഃ പുല്ലിംഗഃ സംബോധന പ്രഥമ വിഭക്തി ഏകവചനം. അനന്തരം സന്ധിഹി. എവിടെയെല്ലാമാണ് സന്ധികൾ വന്നിരിക്കുന്നത് ആ സന്ധിയുടെ പേരും കൂടി ഞാനിവിടെ പറയുന്നുണ്ട്. സമവേതായുയുത്സവഃ. സമവേതാഃ അധികം യുയുത്സവഃ. ഇവിടെ വിസർഗസന്ധിയുടെ ലോപമാണ് വന്നിരിക്കുന്നത്. വിസർഗത്തിനെ ലോപം ഭവിക്കുക, അതിന് കുറേ നിയമങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ പാണ്ഡവാശ്ച. പാണ്ഡവാഹ അധികം ച. ഇവിടെ ശ്ചുത്വസന്ധിയും ഉണ്ട്, അതേപോലെ തന്നെ വിസർഗസ്യ സകാരഃ, വിസർഗസന്ധിയുടെ സകാരവും വരുന്നുണ്ട്. കാരണം ശ്ചുത്വസന്ധിയുടെ അതേ നിയമം തന്നെയാണ് വിസർഗസന്ധിയുടെ സകാര ആദേശത്തിലും വരുന്നത്. അത് രണ്ടും പഠിച്ചവർക്ക് അതിലെ വ്യത്യാസങ്ങൾ അറിയും. പിന്നെ ഈ ശ്ചുത്വസന്ധിയുടെ നിയമങ്ങൾ, അതേപോലെ തന്നെ സന്ധി ലോപത്തിൻ്റെ നിയമങ്ങളൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ തന്നെ മഹേശ്വര ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ സന്ധിയുടെ ഭാഗങ്ങളും ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർക്ക് ആ ഒരു ക്ലാസ്, ഈ സ്പെഷ്യലായിട്ടുള്ള സന്ധിയുടെ ക്ലാസ് നമുക്ക് അവിടെ പോയിട്ട് വാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ആ നിയമങ്ങൾ അറിയാത്തവർ ആ ക്ലാസ് പോയി ഒന്ന് കാണുക. കാരണം അത് ഓൾറെഡി എടുത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ നിയമങ്ങളൊന്നും ഇവിടെ പറയാതിരിക്കുന്നത്. ഓക്കെ. ചെയ്വ ച അധികം ഏവ. വൃദ്ധിസന്ധി, സ്വരസന്ധിയുടെ വിഭാഗത്തിൽ പെടുന്നതാണ് ഈ വൃദ്ധിസന്ധി. നെക്സ്റ്റ് കിമ കുർവത. കിം അധികം അകുർവത. കേവല സന്ധി. ഇപ്പം ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള സന്ധിയുടെ പേര് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനെ നമ്മുടെ ഋഷിമാര് കേവല സന്ധി എന്ന ഒരു വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അനന്തരം സമാസഃ. ധർമ്മക്ഷേത്രേ. ധർമ്മസ്യ ക്ഷേത്രം ധർമ്മക്ഷേത്രം. തസ്മിൻ ധർമ്മക്ഷേത്രേ. തത്പുരുഷ സമാസമാണ്. അത് ഏത് തത്പുരുഷനാണ്? സപ്തമി തത്പുരുഷൻ. ധർമ്മക്ഷേത്രേ അല്ലെ, സപ്തമി വിഭക്തിയിലാണ് ആ ഒരു പദം വന്നിരിക്കുന്നത്. അതുകൊണ്ട് സപ്തമി തത്പുരുഷ സമാസഃ. കുരുക്ഷേത്രേ. കുരൂണാം ക്ഷേത്രം കുരുക്ഷേത്രം. തസ്മിൻ കുരുക്ഷേത്രേ. ഇവിടെയും തത്പുരുഷ സമാസം തന്നെയാണ്, സപ്തമി തത്പുരുഷ സമാസം. അനന്തരം ഛന്ദഃ. ഇതാണ് നമ്മൾ കുറച്ച് പ്രാധാന്യമായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഏത് ഛന്ദസ്സിലാണ് ഈ ഭഗവത്ഗീതയുടെ ഫസ്റ്റ് ശ്ലോകം വന്നിരിക്കുന്നത്? അനുഷ്ഠു അല്ലേ? അപ്പോൾ ആദ്യ ശ്ലോകം നമുക്ക് ഛന്ദസഹിതം നമുക്കൊന്ന് നോക്കാം.
ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അപ്പോൾ അനുഷ്ടുപ് ഛന്ദസ്സിൻ്റെ ലക്ഷണമനുസരിച്ചിട്ടാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓരോ അക്ഷരങ്ങളുടെയും ഗുരു ലഘു നമുക്കൊന്ന് നോക്കാം. ധ ഗുരു, ർമ ഗുരു, ക്ഷേ ഗുരു, ത്രേ ഗുരു, കു ലഘു, രു ഗുരു, ക്ഷേ ഗുരു, ത്രേ ഗുരു. അപ്പം ഇവിടെ എന്താ പറയുക, ധ എന്നത് ഹ്രസ്വമാണെങ്കിൽ കൂടി പക്ഷേ അത് കഴിഞ്ഞു വരുന്ന ഇർമ എന്നത് ഒരു എന്താ പറയുക ര് പ്ലസ് മായാണ്, ഒരു രണ്ടക്ഷരം സംയുക്താക്ഷരം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ ധ ലഘുവായിട്ട് കൂടി ഗുരുവായി മാറിയത്. പിന്നെ ഇർമ, മ എന്നതും ലഘുവാണ്, പക്ഷേ മാ കഴിഞ്ഞു വരുന്ന അക്ഷരം ക്ഷ എന്നത് സംയുക്താക്ഷരം. അതുകൊണ്ട് ഇർമ എന്നതിൻ്റെ മായുടെ മുകളിലും അത് ഗുരുവായി. പിന്നെ ക്ഷേ എന്നതിൽ ഏകാരമാണ്, ദീർഘസ്വരമാണ്, അതുകൊണ്ട് തന്നെ അതും ഗുരു. പിന്നെ ത്രേ, അവിടെയും എന്താ പറയുക സംയുക്താക്ഷരവും ഉണ്ട്, അതേപോലെ തന്നെ ഏകാരവുമുണ്ട്. ഈ സംയുക്താക്ഷരം അതിൻ്റെ തൊട്ടു മുന്നിലുള്ള അക്ഷരത്തിലാണ് പെടുക, ബാക്കിയുള്ള ആ സ്വരത്തെയാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ ഈ ത്രേ എന്നതിലെ ഏകാരം ദീർഘമായതുകൊണ്ട് അതിനെ ഗുരു. പിന്നെ കു, കു എന്നത് ഹ്രസ്വമാണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം സംയുക്താക്ഷരമോ മറ്റൊന്നോ അക്ഷരങ്ങളോ ഒന്നുമല്ല, കേവലം രു എന്ന ഹ്രസ്വം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കു എന്ന അക്ഷരം ലഘു. പിന്നെ രു എന്നതും ലഘുവാണ്, പക്ഷേ ആ രു കഴിഞ്ഞു വരുന്ന അക്ഷരം സംയുക്തമാണ്, ക്ഷ എന്നത്. അപ്പോൾ അതുകൊണ്ട് രു എന്നത് ഗുരുവായി. പിന്നെ നമ്മൾ ക്ഷേത്രേ ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞതിലെ അതേ നിയമം തന്നെയാണ് ഇവിടെ കുരുക്ഷേത്രേ എന്നതിലും ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും ഗുരു ഗുരു. ഓക്കെ, അപ്പം ഇവിടത്തെ 5ാമത്തെ വർണ്ണമാണ് ലഘുവായി വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സമവേത്താഹ യുയുത്സവഃ. ഇത് 2 പേജിലായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് നിൽക്കേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വ്യക്തമാകും എന്ന് വിശ്വസിക്കുന്നു. സ എന്നത് അവിടെ സായിൽ ഹ്രസ്വമായ സ്വരാക്ഷരം ഉള്ളത് കൊണ്ട് തന്നെ അത് ലഘു. മ എന്നതും ഹ്രസ്വമാണ്, അത് കഴിഞ്ഞ് വരുന്ന അക്ഷരമൊന്നും സംയുക്താക്ഷരമൊന്നും അല്ലാത്തത് കൊണ്ട് അതും ലഘു. പിന്നെ വേ, അവിടെ ഒരു ദീർഘമായിട്ടുള്ള സ്വരം അവിടെ നമുക്ക് കാണാം, അതുകൊണ്ട് അത് ഗുരു. പിന്നെ താഹ, അവിടെയും ദീർഘവുമുണ്ട്, മാത്രമല്ല വിസർഗവുമുണ്ട്, അതുകൊണ്ട് തന്നെ അതും ഗുരുവായി എടുക്കണം. പിന്നെ യു, യു ലഘുവാണ്, അത് കഴിഞ്ഞ് വരുന്ന അക്ഷരവും ലഘുവാണ്, അതുകൊണ്ട് യു എന്നത് ലഘു. പിന്നെ 2ാമത്തെ യു എന്നത് അതും ലഘുവാണ്, പക്ഷെ ആ യു കഴിഞ്ഞ് വരുന്ന അക്ഷരം സംയുക്താക്ഷരമാണ്, ഇത്സ എന്നത്, ഇത്സ. അപ്പം അതുകൊണ്ട് ആ 2ാമത്തെ യുവിൻ്റെ മുകളിൽ ഗുരുവാകും. പിന്നെ ഇത്സ എന്നത് അതിലെ ത അധികം സ് അധികം ആ ആണ്. അതിലെ തയും സയും സ എന്ന സംയുക്താക്ഷരം മുമ്പിലുള്ള വർണ്ണത്തിൻ്റെ കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ശിഷ്ടമുള്ള അക്ഷരം സ്വരാക്ഷരമാണ്, ആ സ്വരാക്ഷരത്തിനെയാണ് നമ്മൾ ലഘുവായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വഹ, അത് വിസർഗമുള്ളത് കൊണ്ട് തന്നെ ഗുരുവാകും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഈ നിയമം ഒന്ന് പറയുകയാണ്. നമ്മൾ വൃത്തം തിരിക്കുന്ന സമയത്ത് അക്ഷരങ്ങളിലുള്ള സ്വരാക്ഷരങ്ങളെ
കാരണം നമുക്ക് ആ സ്വരാക്ഷരങ്ങളെ നമുക്ക് ചിഹ്നങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ കാണുക. ഇപ്പൊ ക പ്ലസ് ആ, അപ്പൊ നമുക്ക് ക ആയിട്ട് കാണാം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആ എന്ന അക്ഷരം അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ആ അകാരത്തിനാണ് നമ്മൾ ഈ പറഞ്ഞ വൃത്തങ്ങൾ നമുക്ക് ലഘു ഗുരു അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെയും രണ്ടാമത്തെ ഈ പങ്ക്തിയിൽ അഞ്ചാമത്തെ വർണ്ണം ലഘുവാണ്. ഒന്നാമത്തെ പങ്ക്തിയിലെ അഞ്ചാമത്തെ വർണ്ണം ലഘുവായി, രണ്ടാമത്തെ പങ്ക്തിയിലും അഞ്ചാമത്തെ വർണ്ണം ലഘുവായി. ഇനി മൂന്നാമത്തെ നോക്കാം. മാമകാഹ പാണ്ഡവാഹ ചൈവ. ഇവിടെ ഞാൻ സന്ധി പിരിച്ചൊന്നും എഴുതിയിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മുടെ ഋഷിമാർ അങ്ങനെയല്ല മറ്റേ വൃത്തം ചെയ്തിരിക്കുന്നത്. ശ്ലോകത്തിൽ എങ്ങനെയാണോ ഉള്ളത് അത് പ്രകാരം തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. എങ്കിലല്ലേ അതിനൊരു സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ മാ ഫസ്റ്റ് അക്ഷരം ദീർഘമാണ്, അതുകൊണ്ട് തന്നെ അത് ഗുരു. പിന്നെ രണ്ടാമത്തെ അക്ഷരം മ ലഘുവാണ്, അത് കഴിഞ്ഞിട്ടൊന്നും കൂട്ടക്ഷരമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് അതിനെ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ലഘു കൊടുക്കാം. പിന്നെ കാഹ ദീർഘമാണ്, വിസർഗവുമുണ്ട്, അതുകൊണ്ട് ഗുരു. പിന്നെ രണ്ടാമത്തെ പാ അത് ദീർഘമാണ്, മാത്രമല്ല ആ പാ കഴിഞ്ഞു വരുന്ന അക്ഷരം ഉണ്ടാ എന്നത് സംയുക്ത അക്ഷരമാണ്, അതുകൊണ്ട് തന്നെ പാ എന്നുള്ളത് ഗുരു. പിന്നെ ഉണ്ടാ എന്നതിൽ ന ഡ എന്നത് പായിൻ്റെ കൂടെ പോയി ശേഷിക്കുന്ന അക്ഷരം ആ ആണ്. ആ അകാരത്തിന് നമ്മൾ ലഘുവാണ് കൊടുക്കുക. പിന്നുള്ളത് എന്താ? വാഹ ദീർഘമാണ്, വിസർഗമുണ്ട്, അതുകൊണ്ട് അതിനെ ഗുരു. പിന്നെ ചൈവ, ചൈ എന്നത് ദീർഘമാണ്, അതുകൊണ്ട് ഗുരു. വ ഹ്രസ്വമാണ്, ലഘു. അപ്പം ഞാൻ ആ വൃത്തം തിരിച്ചതിൽ ലഘു ഗുരു എഴുതിയതിൽ ചെറിയൊരു എന്താ പറയുക, സ്ഥലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ വന്നിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ടുള്ള അക്ഷരത്തിൻ്റെ മുകളിലല്ല വന്നിരിക്കുന്നത്, പക്ഷെ ആ അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ടേയും ആ ലഘു ഗുരുക്കളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ക്രമത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ചെറിയ ഒരു സ്ഥലത്തിൻ്റെ വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഓക്കെ. അപ്പം ഇവിടെയും മൂന്നാമത്തെ ലൈനിലും അഞ്ചാമത്തെ വർണ്ണം എന്താണ്? ലഘു അല്ലേ? ഇനി ലാസ്റ്റ് ലൈൻ കിമകുർവത സഞ്ജയ. കി എന്നത് ലഘുവാണ്, ആ കി കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം സംയുക്തമൊന്നുമല്ല അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ അവിടെ നമുക്ക് ലഘു കൊടുക്കാം. പിന്നെ മ രണ്ടാമത്തെ അക്ഷരം മ അതും ലഘുവാണ്, അത് കഴിഞ്ഞിട്ടും സംയുക്താക്ഷരം ഇല്ല, അതുകൊണ്ട് അവിടെയും നമുക്ക് ലഘു കൊടുക്കാം. പിന്നെ കു എന്നത് ലഘുവാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ഇർവ ര പ്ലസ് വായ് ആണ്. അവിടെ രണ്ട് അക്ഷരങ്ങൾ അവിടെ സംയുക്തമായിട്ട് വരുന്നത് കൊണ്ട് ആ കു എന്നതിൻ്റെ മുകളിൽ ഗുരുവായി. ഓക്കെ. പിന്നെ ഇർവ എന്നതിൽ ര പ്ലസ് വ എന്നത് ആ കൂവിൻ്റെ കൂടെ നമ്മൾ എടുത്തത് കൊണ്ട് ശേഷിക്കുന്ന അക്ഷരം ഹ്രസ്വമായ സ്വരാക്ഷരമാണ്. ആ സ്വരത്തിനെ നമുക്ക് ലഘു കൊടുക്കണം, അതാണ് ലഘു. പിന്നെ ത അതും ലഘു തന്നെയാണ്, കാരണം അത് കഴിഞ്ഞിട്ട് വേറെ അക്ഷരങ്ങളും കൂട്ടക്ഷരമൊന്നും ഇല്ല, അതുകൊണ്ട് ലഘു. പിന്നെ സ അതും ലഘുവാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം എന്താണ്? സംയുക്തമാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് അവിടെ ലഘു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, ഗുരു തന്നെ അവിടെ കൊടുക്കണം. അപ്പോൾ സായുടെ മുകളിൽ ഗുരു. പിന്നെ ഇഞ്ച, ഈ ഇഞ്ച എന്നതിൽ ഞയും ജയും സായുടെ ആ നിയമത്തിലൂടെ പോയി, പിന്നെ ശേഷിക്കുന്നത് ആ ആണ്. ആ അകാരത്തിനെ നമുക്ക് ലഘു, കാരണം ആ ഹ്രസ്വമായ ആകാരം ലഘുവാണ്, അപ്പം അവിടെ ലഘു. പിന്നെ യ അതും ലഘുവാണ്.
അതിനെ നമുക്ക് ലഘു തന്നെ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി അക്ഷരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലൈനിലും 5ാമത്തെ വർണ്ണം ലഘു തന്നെയാണ്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നമുക്ക് അനുഷ്ടുപ് ഛന്ദസ്സിൻ്റെ വൃത്തം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ അനുഷ്ടുപ്പിൻ്റെ ലക്ഷണമൊന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. എങ്കിൽ കൂടി ആ ലക്ഷണം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ നിയമങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് ഒന്നുകൂടി പരിശോധിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് പഞ്ചമവർണ്ണം ലഘുവാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ആ ലക്ഷണം പറഞ്ഞു ഒന്ന് വിശദീകരിക്കാം. ഞാൻ എഴുതിയിട്ടില്ല കേട്ടോളൂ ലക്ഷണം, അതൊന്ന് ശ്രദ്ധിക്കണേ. ശ്ലോകി ഷഷ്ടം ഗുരുജ്ഞേയം സർവത്ര ലഘുപഞ്ചമം ദ്വിതീയതുര്യയോർഹ്രസ്വം സപ്തമം ഗുരുച്ചാന്യയോഹോ. ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം, ശ്ലോകത്തിലെ എല്ലാ പാദങ്ങളിലും 6ാമത്തെ അക്ഷരം ഗുരു ആണ് അല്ലെങ്കിൽ ആയിരിക്കും. അപ്പോൾ എല്ലാ പാദങ്ങളിലും 6ാമത്തെ അക്ഷരം ഗുരു ആണോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ഏതാണ് 6ാമത്തെ അക്ഷരം? ധർമ്മ ക്ഷേത്രേ കുരു. രു എന്നത് ഗുരു അല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ലൈനിൽ കറക്റ്റായി 6ാമത്തെ അക്ഷരം ഗുരു. ഇനി 2ാമത്തെ ലൈനിൽ ഏതാണ്? സ മ വേ ത യു യു, 2ാമത്തെ യു, അതാണ് 6ാമത്തെ അക്ഷരം. അതിൻ്റെയും മുകളിൽ ഗുരു അല്ലേ? 6ാമത്തെ അക്ഷരം ഗുരു. ഇനി 3ാമത്തെ മ മ ക പ ണ്ട വ, വാഹ ആണ് 6ാമത്തെ അക്ഷരം. വാഹ എന്നതിൻ്റെ മുകളിലും ഗുരു തന്നെയാണ്. ഇനി കി മ കു ഇർ വ ത സ അല്ലേ? അപ്പോൾ ഇവിടെ സ ആണ് 6ാമത്തെ അക്ഷരം, അത് ഗുരു തന്നെയാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകപ്രകാരം, ശ്ലോകത്തിൻ്റെ ഫസ്റ്റ് ലൈന് പ്രകാരം 6ാമത്തെ അക്ഷരം ഗുരു. ഇനി സർവത്ര ലഘുപഞ്ചമം, എല്ലാ ലൈനിലും 5ാമത്തെ വർണ്ണം ലഘുവാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? 5ാമത്തെ വർണ്ണം ഇവിടെ ലഘുവാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. പിന്നെ ദ്വിതീയ തുര്യയോർ ഹ്രസ്വം, 2ാമത്തെയും 4ാമത്തെയും 7ാമത്തെ സ്വരം ഹ്രസ്വമായിരിക്കും. ഹ്രസ്വം മീൻസ് ലഘു. 2ാമത്തെയും 4ാമത്തെയും 7ാമത്തെ സ്വരം ലഘുവായിരിക്കും. നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ ഇതല്ലേ? സമവേതാഹ യുയുത്സവഃ, ഇതാണ് 2ാമത്തെ ലൈന്. ഇതിലെ 7ാമത്തെ വർണ്ണം ലഘുവാണോ നോക്കാം അല്ലേ? ഇതാണ് സമവേതാഹ യുയുത്സവഃ എന്നതിൻ്റെ ലഘു ഗുരു അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 7ാമത്തെ സ്വരം ഏതാണ്? സ എന്നതാണ്. തയും സായും, അതാണ് 7ാമത്തെ സ്വരം. അത് ലഘുവാണോ? ആണോ അല്ലേ? ലഘുവാണ്. ഞാൻ 7ാമത്തെ വർണ്ണം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ലഘു. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, അനുഷ്ടുപ് ഛന്ദസ്സിൽ 8 അക്ഷരങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്ക് സിമ്പിളാണ് അത് നമ്മൾ എന്താ പറയുക കൗണ്ട് ചെയ്യാൻ. അപ്പോൾ ആ വൃത്തത്തിൽ 7ാമത്തെ ലഘു എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ലൈനിലെ 7ാമത്തെ വർണ്ണം ലഘു. ഇനി 4ാമത്തെ കൂടി നമുക്കൊന്ന് നോക്കണം. ഇതാണ് 4ാമത്തെ കിമകുർവത സഞ്ജയ. ഇതിലെ 7ാമത്തെ ലഘു അല്ലേ? ലാസ്റ്റത്തെ 2 ഞാൻ ലഘു എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ 7ാമത്തെ ലഘു തന്നെയാണ്. ഇനി എന്താണ്? അപ്പോൾ ദ്വിതീയ തുര്യയോർ ഹ്രസ്വം സപ്തമം, 2ാമത്തെയും 4ാമത്തെയും 7ാമത്തെ സ്വരം ഹ്രസ്വമാണ് എന്ന് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ തെളിയിച്ചു. ഇനി അടുത്തത് എന്താണ്? ഗുരുചാന്യയോഹോ എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന 2 ലൈന്, 1ാമത്തെയും 3ാമത്തെയും 7ാമത്തെ സ്വരം എന്തായിരിക്കും? ഗുരു ആയിരിക്കണം. അപ്പോൾ 1ാമത്തെ ലൈനിൽ 7ാമത്തെ സ്വരം ഗുരു ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം.
ഏഴാമത്തെ സ്വരം ഏതാണ്? ക്ഷേ അല്ലേ? ഗുരു തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിയമങ്ങളെല്ലാം ഞാൻ ഓരോന്നോരോന്നും പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ക്ഷേ എന്നത് ഗുരു. അപ്പോൾ ഇത് ഒന്നാമത്തെ ലൈനിൽ നിയമം കറക്റ്റ്. ഇനി മൂന്നാമത്തെ ഏതാണ്? മാമകാഹ പാണ്ഡവാഷ് ചെയ്വ. ഏഴാമത്തെ സ്വരമാണ് ചൈ. അത് ഗുരു തന്നെയാണ് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, അനുഷ്ടുപ് ഛന്ദസിൻ്റെ അക്ഷരങ്ങൾ പ്രകാരമുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ കറക്റ്റാണ്. ഓരോ പാദത്തിലും 8 അക്ഷരങ്ങളുണ്ട്. അതിലെ എല്ലാ പാദത്തിലെയും 5ാമത്തെ അക്ഷരം ലഘുവും 6ാമത്തെ അക്ഷരം ഗുരുവുമാണ്. പിന്നെന്താ, 2ാമത്തെയും 4ാമത്തെയും എന്താ പറയുക, പങ്ക്തിയിലെ 7ാമത്തെ സ്വരം ഹ്രസ്വവും 1ാമത്തെയും 3ാമത്തെയും പാദത്തിലെ 7ാമത്തെ സ്വരം ഗുരുവും എന്ന് നമ്മൾ അനുഷ്ടുപ് ഛന്ദസ് എന്ന വൃത്തസഹിതം നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വൃത്തം ക്ലിയറായി. ഇതേപോലെ തന്നെയാണ് ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും അനുഷ്ടുപ് ഛന്ദസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അന്വയ. ഒരു മിനിറ്റ്, ഒന്ന് ഷോർട്ടാക്കട്ടെ. ധൃതരാഷ്ട്രഃ ഉവാച. ധൃതരാഷ്ട്രഃ ഉവാച. ഇവിടെയെല്ലാം ഞാൻ സന്ധി പിരിച്ചിട്ടാണ് അന്വയം എഴുതിയിരിക്കുന്നത്. ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമകാഃ പാണ്ഡവാഃ സമവേത്താഃ യുയുത്സവഃ ചൈവ കിം അകുർവത. ഇതാണ് അന്വയം. കർത്താവ്, കർമ്മം, ക്രിയ എന്നീ രീതിയിൽ കർത്തരി പ്രയോഗത്തിലാണ് ഈ ഒരു അന്വയം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് എന്താ പറയുക, മാമകാഃ പാണ്ഡവാഃ സമവേത്താഃ യുയുത്സവഃ, ഇവരെല്ലാവരും കർത്താവിൻ്റെ സ്ഥാനത്ത് പെടും. കർമ്മം കിം, അകുർവത ക്രിയാപദമാണ്. കർത്താവിൻ്റെ വചനമനുസരിച്ചിട്ടാണ് ക്രിയാപദത്തിൻ്റെ വചനം ഉണ്ടാവുക. അപ്പം ഈ പറഞ്ഞ കർത്താക്കളെല്ലാം തന്നെ ബഹുവചനത്തിലാണ്. സോ അകുർവത എന്നതും ബഹുവചനത്തിൽ വന്നു. പിന്നെ ധൃതരാഷ്ട്ര ഉവാച. ഇവിടെ ഉവാച എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കൃത വ്യാകരണ പ്രകാരം പറഞ്ഞു എന്നാണെങ്കിൽ കൂടി നമ്മുടെ സാഹചര്യാർത്ഥത്തിൽ ഇവിടെ ചോദിച്ചു എന്നൊരു അർത്ഥത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ധൃതരാഷ്ട്രൻ ചോദിച്ചു. ആരോട്? സഞ്ജയനോട്. ഹേ സഞ്ജയ, സഞ്ജയനെ വിളിക്കുകയാണ്. അല്ലയോ സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ മാമകാഃ എൻ്റെ ആളുകളും പാണ്ഡവാഃ പാണ്ഡവന്മാരും സമവേതാഃ യുയുത്സവഃ അതായത് അവിടെ വന്നു ചേർന്നിരിക്കുന്ന യോദ്ധാക്കളും എല്ലാവരും തന്നെ എന്ത് ചെയ്തു എന്നാണ് ഇവിടെ ഒരു മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞത് വ്യാകരണ പ്രകാരമുള്ള അർത്ഥങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭഗവത്ഗീതയിലെ ഫസ്റ്റ് ശ്ലോകത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള വ്യാകരണാംശങ്ങൾ. ഇവയിൽ എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കാരണം എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അഥവാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണേ. കാരണം അത് കാണുന്നവർക്ക് മാത്രമേ എവിടെയാണ് തെറ്റുപറ്റി എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു
തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ദയവായി സൂചിപ്പിക്കണം. ധന്യവാദः.